ഇവളോ ടെസ്റ്റാ? യൗവനം ഒരു എരിഞ്ഞു തീരലാണ്. 3 വർഷം ജീവിതത്തിൻ്റെ ഇടനാഴിയിൽ നിന്നെ പിന്തുടർന്നപ്പോൾ ഞാൻ നിന്നിൽ ജന്മമെടുക്കുകയായിരുന്നു. അന്നും ഇന്നും നീ എനിക്കൊരു കൗതുകമാണ്. ഒരുപക്ഷെ അതാകാം ഈ ഒത്തുചേരലിന് ഇടവേള അനുഭവപ്പെടാത്തത്. ജീവിതത്തിൽ അനുഭവിക്കാനാവാത്ത മരണം ജീവിതത്തെ സാധ്യമാക്കുന്നത് പോലെ ഒരിക്കലും ഒത്തുചേരാത്ത നീയാണ് എന്നെ സാധ്യമാക്കിയത്. സത്യം പറഞ്ഞാൽ കുഴിച്ചുമൂടാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒട്ടേറെ ഓർമ്മകളുണ്ട്. ആദ്യം അറിഞ്ഞു പരിചയപ്പെട്ടപ്പോൾ യാദൃശ്ചികമായി നീ മൂളിയ റാഫിയുടെ വരികൾ ഞാൻ ഇന്നും ഓർക്കുന്നു എന്നിലെ റാഫിയെ. तेरे मेरे सपने अब एक रंग है वो जहाँ भी ले जाए राहें हम संग है. എഴുത്തും വായനയും നിറഞ്ഞ നിന്റെ ലോകം എന്നിലെ നടന് പ്രണയത്തിൻ്റെ ഭാവവും സ്വന്തമാക്കി തന്നു. വരാന്തയിൽ നിന്നും ലൈബ്രറിയിലേക്ക് എത്തി നോക്കിയ എന്നെ ജിബ്രാൻ്റെ ലോകത്തേക്ക് ക്ഷണിച്ച ദേവി, നിനക്ക് നന്ദി. അന്നാദ്യമായി നിന്റെ ചുണ്ടിലെ പ്രണയം ഞാൻ അറിഞ്ഞപ്പോൾ വിറങ്ങലിച്ചു. നിന്റെ മുഖം വിയർപ്പിനാൽ നനഞ്ഞിരുന്നു. ചുംബനത്തിനായി ഇയാളും ഞാനും കാത്തിരുന്ന വരാന്തയും ഒഴിഞ്ഞ ക്ലാസ് മുറികളും എല്ലാം ജനുവരിയുടെ ഓർമ്മയായി ഇന്നും എന്നിലുണ്ട്. സ്നേഹം സ്വാർത്ഥാകുമ്പോഴാണ് ഇഷ്ടം കൂടാന്നത് ഒരു സത്യ. ഇഷ്ടമായിരുന്നു തന്നെ എനിക്ക്. അതിനാലാകാം നമ്മളെപ്പോഴും ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്തത്. അന്ന് അവസാനമായി പിണങ്ങിയതിനു ശേഷവും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് കാത്തിരിപ്പിൻ്റെ അനുഭൂതിയായിരുന്നു. ആ കാലം പടച്ചോന്റെ ഖജനാവിലെ അനന്തമായ സമയം സ്വന്തമാക്കിയവരായിരുന്നു നമ്മൾ. ക്ഷമിക്കണം, വാക്കുകൾ എൻ്റെയല്ല. ബൈ ദ ഗ്രേറ്റ് ബേപ്പൂർ സുൽത്താൻ. ദേവി, ഒരു നിമിഷം ഞാൻ ആ പഴയ കവി ആയിക്കോട്ടെ. ഓർമ്മയുടെ ക്യാമ്പസിലെ ക്യാൻറ്റീനും വരാന്തയും ചീനിമര ചൂടും എല്ലാം പുതിയ അവകാശങ്ങൾ കീഴടക്കിയിരിക്കുന്നു. ഒന്നും ഒന്നിനും സ്വന്തമല്ല. ചിന്തിച്ചിട്ടുണ്ടോ നീ വല്ലപ്പോഴും യാത്രകൾ ജീവിതത്തിൽ നിന്നുള്ള ഒരു തരം ഒളിച്ചോട്ടമാണെന്ന്? എല്ലാം ജീവന്റെ നിലനിൽപ്പിനും ഓർമ്മയുടെ മരണത്തിനു വേണ്ടിയായിരുന്നു. ഇയാളുടെ വിളി കേൾക്കും ദൂരത്ത് ഞാൻ മറഞ്ഞിരിക്കാറുണ്ടായിരുന്നു. നിന്റെ വിളിയിൽ എൻ്റെ നാമം ഏറെ സുന്ദരമായി തീർന്നു. അതിങ്ങാണോ പഴയ സോളമൻ രാജാവിന്റെ മുന്തിരിത്തോട്ടങ്ങളെ പറ്റി ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. പുതിയ സോളമന്റെ തോട്ടങ്ങൾ അതിനേക്കാളും ബെറ്ററാ. ഒരു ദിവസം സോഫിയെ ഞാൻ അവിടെ കൊണ്ടുപോകാം. നമുക്ക് എല്ലാവർക്കും ഒരു പ്ലഷർ ട്രിപ്പ്. എലിസബത്തും ആന്റണിയും അമ്മയും മേരിയും സോഫിയുടെ അമ്മച്ചിയും എനിക്ക് കാണുന്നുണ്ട്. എങ്കിൽ കൊണ്ടുപോകാൻ ഞാനേറ്റു. ശലമോന്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരി
മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളർത്ത് രേണു, you continue. പൂക്കുകയും ചെയ്തു. I'm here. അതിന്റെ അടുത്ത ലൈൻ എന്താണെന്ന് അറിയാം? നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. എന്നെ സ്നേഹം പഠിപ്പിച്ച, സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി, നിനക്കെന്നും നല്ലത് വരട്ടെ.